ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇന്ത്യക്കാരുകൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഈ ഒരു താർ എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ ഉപയോഗിച്ച ഒരു താർ റോക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം ഫാൻ ബേസ് ഒരു റോക്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ആണ്. സോ നിങ്ങളൊരു ഓഫ് റോഡ് പർപ്പസിന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ബേസ് മോഡൽ മുതൽ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. സോ നമുക്ക് ആക്സറീസ് ആയിട്ട് ഒരു റിവേഴ്സ് ക്യാമറ കൂടി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ മതി. 2010 മഹീന്ദ്ര ലോഞ്ച് ചെയ്ത ഒരു SUV. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു വെഹിക്കിൾ. ഓഫ് റോഡ് ആണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും ഒരുപോലെ പെർഫോമൻസ് ചെയ്തിരുന്ന ഒരു വെഹിക്കിൾ. യെസ്, ഇറ്റ്സ് മഹീന്ദ്ര താർ. സോ ഇന്നത്തെ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് മഹീന്ദ്ര താർ റോക്സ് MX1 ബേസ് വേരിയൻ്റ് ആണ്. സോ ബേസ് വേരിയൻ്റ് കൊണ്ടുള്ള മെയിൻ റീസൺ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസിങ് ആണ്. അപ്പോൾ അത്യാവശ്യം ഓഫറിലാണ് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിനെ എന്തൊക്കെ ഫീച്ചേഴ്സ് ബേസ് മോഡൽ വരുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. വെൽക്കം ടു ഒരു ന്യൂ വീഡിയോ. ഫൈനലി ഇതാണ് മഹീന്ദ്ര താർ MX1 ബേസ് വേരിയൻ്റ്. ഒരു താർ റോക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം ഫാൻ ബേസ് ഒരു റോക്സിനാണ് ഉണ്ട്. ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ SUV മാറിയ ഒരു വെഹിക്കിളാണ് മഹീന്ദ്ര താർ. അതുപോലെ തന്നെ ഒരു 5 ഡോർ ഇറങ്ങിയ സമയത്ത് ഒരുപാടധികം ഫാൻ ബേസാണ് താറിന് വന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തിട്ടും ഈ ഒരു വെഹിക്കിൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ് റോഡിങ് ആണെങ്കിലും ഫാമിലി പർപ്പസ് ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഒരു SUV ആണ് മഹീന്ദ്ര താർ. സോ ഈ ഒരു ബേസ് വേരിയൻ്റ് മുതൽ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 2010 മഹീന്ദ്ര താർ ആദ്യമായി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2020 ആ ഒരു ഫേസ് ലിഫ്റ്റായി ലൈഫ് സ്റ്റൈൽ SUV മാറിയത്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ റോഡിൽ കാണുന്ന ഒരു SUVകളിൽ ഒന്നാണ് മഹീന്ദ്ര താർ. അത്രയും ഫാൻ ബേസോടെയാണ് നമ്മൾ ഇന്ത്യക്കാരും മഹീന്ദ്ര താർ കീഴടക്കിയുള്ളത്. സോ ശരിക്കും ഒരു ബേസ് മോഡൽ തന്നെ ധാരാളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി നമുക്ക് ബേസ് മോഡൽ വിളിക്കാൻ സാധിക്കും. സോ സ്ട്രൈറ്റ് അവേ താർ റോക്സിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ മഹീന്ദ്ര താർ റോക്സിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ. ശരിക്കും ഒരു മാസീവ് സൈസിലാണ് ഈ ഒരു വെഹിക്കിൾ ഇവിടെ എടുക്കുന്നത്. കണ്ടോ, ശരിക്കും ഒരു ബ്ലാക്ക് ഫിനിഷോട് ശരിക്കും ഒരു ആനക്കുട്ടി നിൽക്കുന്ന രീതിയിലാണ് ശരിക്കും ഒരു മഹീന്ദ്ര താർ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. സോ നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഒരു 6 പാക്ക് ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 2 സെക്ഷനായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മഹീന്ദ്ര വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിക്സ്ഡ് ബാഡ്ജിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഹുഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നേരെ ഹെഡ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് LED ലാംപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ DRL തോന്നിപ്പോവും. സോ നമുക്ക് DRL ഇവിടെ കൊടുത്തിട്ടില്ല. DRL ഇവിടെ തന്നെ പ്ലേസ് ചെയ്തത്. സോ നമുക്ക് ഫ്രണ്ട് പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഒറ്റ കണ്ട ഒരു ബേസ് യൂണിറ്റ് ആണോ നമുക്ക് തോന്നിപ്പോവില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. നേരെ താഴെ ഫോഗ്ലാം ഹൗസിങ് കൊടുത്തിട്ടുണ്ട്. ഫോഗ്ലാം നമ്മൾ ആക്സറീസ് ആയിട്ട് ചെയ്യണം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ നമ്മൾ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ടറും ഫ്രണ്ടിൽ വരുന്നതാണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. സോ നേരെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതാണ് ഓവറോൾ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. 18 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് മഹീന്ദ്ര താർ ബേസ് മോഡലിൽ വന്നിട്ടുള്ളത്. 5 സ്പോക്ക് അലോയ് വിത്ത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആക്സറീസ് ആയിട്ട് ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് അലോയ് വീൽസ് ചെയ്യേണ്ട സാധിക്കും. സോ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ആണ്. സോ നിങ്ങളൊരു ഓഫ് റോഡ് പർപ്പസിന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ചെയ്യാനാണ്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയും അതുപോലെ തന്നെ ഒരു എംപ്റ്റി ടയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മാസീവ് സൈസ് ആയിരിക്കും ഒരു വെഹിക്കിൾ കാണുമ്പോൾ തന്നെ. ഭയങ്കര വണ്ടിയുടെ ലുക്ക് തന്നെ മാറും ആ ഒരു വീൽസും ആ ഒരു അലോയും ഇടുന്ന സമയത്ത്. സോ ഫെൻഡറിൽ നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹുഡ് ഓപ്പണിങ്ങും ഒരു പഴയ ട്രഡീഷണൽ രീതിയിലാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒരു ഹുഡ് ഓപ്പണിങ്. സോ നമുക്കിവിടെ താർ റോക്സിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ ശരിക്കും താറിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഫുഡ് സ്റ്റെപ്പ് ബേസ് മോഡൽ മുതൽ ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് നമുക്ക്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ താർ റോക്സ് ബേസ് വേരിയൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. സോ പുതിയൊരു ആഡ് ഓൺ വന്നുള്ള ഡോറാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ ധാരാളം ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്. ഒരു താർ റോക്സ് ഓഫ് റോഡ് കയറി മല കയറി പോകുന്ന ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ക്യാമിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ. ബാക്ക് ടു ദ റിയർ പ്രൊഫൈൽ. ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ. സോ റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ടെയിൽ ലാംപ്സ് ആണ്. ഒരു LED ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു പോർഷൻ വരുന്നത്. താഴെ 2 ഹാലജൻ ലാംപ്സ് കൊടുത്തിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ലാമ്പും അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ
സ്പെയർ വീല് ബാക്കിലാണ് മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതും സെയിം സൈസാണ് വരുന്നത് 18 ഇഞ്ച്. സോ റിയർ ബമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് പാർക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണം, ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് വരുന്നുണ്ട്. സോ നമുക്ക് ബേസ് മോഡൽ മുതൽ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. സോ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ മതി ഒരു ക്യാമറ യൂണിറ്റ്. ബൂട്ട് സ്പേസ് അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റി വരുന്നുണ്ട്. ഒരു 5 സീറ്റർ ആയിട്ടും അത്യാവശ്യം നല്ലൊരു ബൂട്ട് കപ്പാസിറ്റി നമുക്ക് ലഭിക്കും. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ട്രയാങ്കിൾ ടൂൾ കിറ്റൊക്കെ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്കും കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഗ്ലാസ് പോർഷൻ ക്ലോസ് ചെയ്തിട്ട് വേണം ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്യാൻ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഒന്നാണ് മഹീന്ദ്ര അത്താർ. സോ നമുക്കൊരു ഓഫ് റോഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സാണ് മഹീന്ദ്ര അത്താർ. ഓഫ് റോഡിങ് ആണെങ്കിലും ഓൺ റോഡും ഒരുപോലെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു വെഹിക്കിളിൽ ഒന്നാണ് മഹീന്ദ്ര താർ. സോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ് മഹീന്ദ്ര താർ. സോ നമുക്ക് നേരെ അകത്തെ വിശേഷം നോക്കാം. ഇൻറ്റീരിയറെ കുറിച്ച് പറയണ മുന്നേ നമുക്ക് കീഴിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു കീ വരുന്നത്. ഒരു ഫ്ലിപ്പ് കീ കാണാൻ സാധിക്കും. അതിൽ മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ആൻഡ് ടെലിഗേറ്റ് ഓപ്പണിംഗ് ഫങ്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു കീയിൽ വന്നിട്ടുള്ളത്. സോ നേരെ നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ശരിക്കും ഒരു പ്രീമിയം ഫീലാണ് ഇതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ്, താറിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ചസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ പിടിച്ച് ഒരു ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി ഒരു ആനപ്പുറത്ത് കയറുന്ന രീതിയിൽ വേണം ശരിക്കും താറിൽ കയറാൻ. ശരിക്കും അതാണ് അതിൻ്റെ ഒരു രീതി. സോ നമുക്ക് ഇവിടെയും ധാരാളം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ക്ലസ്റ്റർ വ്യൂവിൻ്റെ കൺട്രോളിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ഹിൽ ഡിസിൻ്റെ കൺട്രോൾ, ഫ്യൂൽ ലിഡ് ഓപ്പൺ ആക്കുന്നതും ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സൈഡിൽ ബേസ് മോഡിൽ മുതലേ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്. അനദർ പ്ലസ് പോയിൻറ്റ് AC വെൻറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ നേരെ കയറുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ വേണം കയറാൻ. താറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇങ്ങനെ വേണം താറിലോട്ട് കയറാൻ. പേഴ്സണലി എനിക്കിഷ്ടം ഇതുപോലെ കയറാണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഇതുപോലെ തന്നെ SUV ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനെ കയറാണ് അതിൻ്റെ ഒരു ഇഷ്ടം വരുന്നത്. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ബേസ് മോഡൽ ഫീൽ നമുക്ക് ലഭിക്കില്ല. ആ രീതിയിലാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗിൽ നിന്ന് കണ്ടു തുടങ്ങാം. ബേസ് മോഡൽ മുതലേ സ്റ്റിയറിംഗ് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൈറ്റ് സൈഡിൽ empty പോർഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഹെഡ്ലൈറ്റ് കൺട്രോളിംഗ് യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. വൈപ്പർ കൺട്രോൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്വിച്ച് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ധാരാളം ഇൻഫർമേഷൻ നമുക്കിതിൽ അറിയാനായിട്ട് സാധിക്കും. ഒരുപാടധികം ഇൻഫർമേഷൻ ഉള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു മഹീന്ദ്ര താറിന് വന്നുള്ളത്. സോ ഇവിടെ നമുക്ക് RPM മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്ററും ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു മീറ്റർ കൺസോൾ. ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അനലോഗ് മീറ്റേഴ്സ്. സോ നേരെ സെൻട്രൽ കൺസോളിലോട്ട് പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ബേസ് മോഡിൽ മുതലേ ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. സോ നമുക്ക് ആക്സറീസ് ആയിട്ട് ഒരു റിവേഴ്സ് ക്യാമറ കൂടി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ മതി. അത് ഷോറൂമിൽ ഇൻബിൽഡ് ആക്സറീസ് വരുന്നുണ്ട്. താഴെ നമുക്ക് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ് ഓഫ് ഉള്ള ബട്ടൺ, ഹസാർഡ് ലാമ്പ്, കുറച്ച് empty സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൺട്രോൾ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. 2 ബട്ടൺ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, 2 വീൽ ഡ്രൈവ് കൺട്രോൾ ഇരിക്കുന്നു. സോ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കപ്പ് ഹോൾഡറും അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റാണ് വന്നുള്ളത്. അതിൽ സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. സൺഷെയ്ഡ്, മാനുവൽ ഡിമ്മേന് റിയറും മിറേഴ്സാണ് ഇതിൽ വന്നുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ, പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. സോ ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്ര ലിമിറ്റഡ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താർ റോക്സ് സീരിയൽ നമ്പർ, ഇത് എത്രാമത്തെ നമ്പറാണ് മഹീന്ദ്ര പ്ലാന്റിൽ നിന്ന് ഇറങ്ങാനുള്ള ആ ഒരു നമ്പർ കോഡും അവിടെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇന്ത്യ വിത്ത് പ്രൈഡ്. ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ഇന്ത്യക്കാരുകൾ ഒരു പ്രൗഡ് മൊമെൻ്റാണ് ഈ ഒരു താർ എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ ഉപയോഗിച്ച് എല്ലാ ഫീച്ചേഴ്സും അറിയപ്പെടുന്ന ഒരു മോഡലാണ് മഹീന്ദ്ര താർ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരും മഹീന്ദ്ര താർ ഫാൻ. സോ ഒരു ഗ്ലൗ ബോക്സ്, ചെറിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തുള്ള ഒരു യൂസർ മാനുവൽ കമ്പനി ചെറിയൊരു ഗ്ലൗ ബോക്സാണ് വന്നിട്ടുള്ളത്.
സോ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് സൺ റൂഫ് ലഭിക്കുന്നുണ്ട്. X5 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ പെൻ സൺ റൂഫും ലഭിക്കുന്നതാണ്. സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെയാണ് ഡോർ ഹാൻഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നേരെ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കും. ഒരു കമാറ്റിക്സ് പൊസിഷനിൽ, അതുപോലെ നല്ല സ്പേസസ് ഉള്ള ഒരു സെക്കൻഡ് റോ കൂടിയാണ് ഈ ഒരു താർ റോക്സിലോ എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഫുൾ സ്റ്റെപ്പ് ചവിട്ടി ഒരു ഗ്രാഫ് ഹാൻഡിൽ പിടിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ലഭിക്കുന്നുണ്ട്. ഇത്രയും ഹെഡ് റൂം ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ തന്നെ എനിക്ക്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കാണാനായിട്ട് സാധിക്കും. താഴെ ഒരു സീപോർട്ട് ചാർജിങ് സോക്കറ്റും ഒരു ഫോണൊക്കെ ഉള്ള ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ സീറ്റിങ്ങും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചൈൽഡ് സോറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ തൈസ പോക്കറ്റ് ഒക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയി കാരണം കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിൽ റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ ഇവിടെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വരുന്നത്. ഹുഡ് ഓപ്പൺ ആക്കിയാൽ തന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ് കത്തും. ശരിക്കും അത് സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു ഹസാർഡ് ലാമ്പ്. കാരണം നമ്മൾ നൈറ്റ് ടൈമിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് ഹുഡ് ഓപ്പൺ ആക്കി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹസാർഡ് ലൈറ്റ് കത്തും. സോ നമുക്ക് എതിരെ വരുന്ന ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ എടുക്കണമെന്ന്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഹുഡ് ഓപ്പണിങ് കണ്ടോ, ഭയങ്കര സിമ്പിളാണ് വരുന്നത്. സോ നേരെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഹുഡ് കൊണ്ട് ഓപ്പൺ ആക്കാം. താർ റോക്സിൻ്റെ ഹാർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഹാർട്ട് അവൈലബിൾ ആണ്. ഒരു 2 ലിറ്ററും ഒരു 2.2 ലിറ്ററും. 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് എംസ്റ്റാനിയൽ. അതുപോലെ 2.2 ലിറ്റർ ഡീസൽ ഹെംഹൗക്ക് എഞ്ചിനാണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. ഫുള്ളി പാക്ക്ഡ് എഞ്ചിനാണ് വന്നുള്ളത്. അറൗണ്ട് 170 bhp പവറും 370 Nm ടോർക്കാണ് മഹീന്ദ്ര താർ ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മാനുവൽ ആണോ, മാനുവൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആണോ, ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 2 വീൽ ഡ്രൈവ് ആണോ, 2 വീൽ ഡ്രൈവും അവൈലബിൾ ആണ്. 4 വീൽ വേണോ, 4 വീലും ഒരു മഹീന്ദ്ര താർ അവൈലബിൾ ആണ്. ഒരുപാട് രീതിയിൽ നമുക്ക് മഹീന്ദ്ര താർ അവൈലബിൾ ആണ്. സോ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള, ഒരുപാടധികം ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു SUV ഒന്നാണ് മഹീന്ദ്ര താർ. ഫിക്സ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ഇതൊന്ന് പുൾ ചെയ്യുക, നേരെ ലോക്കായി. സോ ഇത്രയൊക്കെ ഉള്ളൂ മഹീന്ദ്ര താർ ബേസ് മോഡലായ MX-1ൻ്റെ വിശേഷങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു താർ റോക്സിന് അത്യാവശ്യം ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് വെഹിക്കിൾ കിട്ടും. സോ റെഡി സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, മോർ ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യാം. സോ സൈനിങ് ഓഫ് ഫ്രം ഷാൻ CRZ ഓഫ് Mahindra Thar base model MX-1. So see you guys.